വിവാദങ്ങൾ മാത്രമോ? വികസനവും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയാകേണ്ടേ? ഈ വിഷയമാണ് വോട്ട് കമന്റ് ഇന്ന് പരിശോധിക്കുന്നത്. ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ചോദ്യം പങ്കുവച്ചിരുന്നു. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് പ്രേക്ഷകർ നൽകിയ വോട്ട് നോക്കാം. വികസനവും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയാകേണ്ടേ എന്ന ചോദ്യത്തിന് 95% പേരും വേണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. വേണ്ട എന്ന് പറഞ്ഞത് പ്രേക്ഷകരിൽ 5% പേർ മാത്രമാണ്. ഇനി നമുക്ക് പ്രേക്ഷകർ പങ്കുവച്ച കമൻറ്റുകളിലേക്ക് നോക്കാം. അപ്പോൾ തുടങ്ങാം. ഇപ്പോൾ കമൻറ്റുകളിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ വിഷയം ബന്ധപ്പെട്ടിട്ട് ഇലക്ഷനും കൂടി അടുത്തുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 1-2 ആദ്യം പറയാം. അതിലൊരു വിപിൻ പങ്കുവച്ച കമൻറ്റ് ഇങ്ങനെയാണ്: വികസനം ചർച്ചയാകരുതെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചർച്ചയായി കഴിഞ്ഞാൽ അവർ തീർന്നു. ഇപ്പോൾ നടക്കുന്ന ചർച്ച ചെറ്റത്തരം, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ. ഇതാണോ സമൂഹം ചർച്ച ചെയ്യേണ്ടത്? മാധ്യമങ്ങളും ഇത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റൊരു കമൻറ്റ് സമീൻ ഷായാണ്: വികസനം ചർച്ച ചെയ്യാം, പിണറായിക്ക് മുൻപും പിണറായി കാലത്തും എന്ന നിലയിൽ ചർച്ച എന്നാണ്. പിണറായിക്ക് മുമ്പും പിണറായി കാലത്തും എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്യാമെന്നാണ് ഒരു കമൻറ്റ്. ഇനിയൊരു പാവം ജിന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളത്: വികസനം മാത്രം ചർച്ച ചെയ്താൽ ഭരിക്കുന്ന പാർട്ടിക്കല്ലേ ഗുണമുണ്ടാകൂ. വിവാദം ചർച്ച ചെയ്താൽ പ്രതിപക്ഷത്തിന് ഗുണമുണ്ടാകും. വിവാദം ഉണ്ടാക്കാനുള്ള അവസരവും ഭരണപക്ഷമാണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോഴെല്ലാം ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റ്, എന്നിട്ട് ജനങ്ങൾ തീരുമാനിച്ച് വോട്ട് ചെയ്യട്ടെ എന്നാണ് കമൻറ്റ്. വിന്നിക്ക് ഇതിൽ എങ്ങനെയാണ്? ഇതിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതും ഇതേ കാര്യമാണ്. അതായത് വികസനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് പേടിയാണെന്ന്. അതിന് മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UDF ഭരണകാലത്ത് വികസന മുരടിപ്പ് നേരിട്ടിരുന്ന കേരളത്തെ LDF സർക്കാരാണ് വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നത്. അതായത് ഇതിന് മെയിൻ ഉദാഹരണമായിട്ട് പറയുന്നത് ദേശീയപാതയാണ്. ദേശീയപാത എന്ന് പറയുന്നത് ദേശീയപാത അതോറിറ്റി UDF ഭരണകാലത്ത് അന്ന് ഓഫീസും പൂട്ടി ഇവിടുന്ന് പോയതാണ്. അന്ന് അതിനുശേഷം LDF സർക്കാർ വന്നതിന് ശേഷം പിന്നീട് ഈ എതിർപ്പുകളെല്ലാം മറികടന്ന് ലാൻഡ് ഏറ്റെടുക്കുകയും അത് പിന്നീട് ഈ ദേശീയപാത നിർമ്മാണം വളരെ ദ്രുതഗതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുഖ്യമന്ത്രി പറയുന്ന കാര്യം അതാണ്. അന്ന് ഈ ദേശീയപാത എന്നുള്ളത് ഒരു നടക്കാത്ത സ്വപ്നമായിരുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് LDF സർക്കാരാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതെല്ലാം ഇതിനെ അതായത് വികസനത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ മുഖ്യമന്ത്രി വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞിട്ട് ആദ്യത്തെ LDF സർക്കാർ വരുമ്പോൾ പിന്നെ പണമായിരുന്നു വികസനങ്ങൾക്ക് ഇല്ലാതിരുന്ന കാര്യം. അതെ അതെ. അതിൽ കിഫ്ബി വഴി 1 ലക്ഷത്തിലധികം കോടി രൂപ ചെലവഴിച്ചിട്ട് പദ്ധതികൾ നടപ്പാക്കി. ഇതിനെല്ലാം തുടർച്ച വേണമെങ്കിൽ സർക്കാർ ഇനിയും മൂന്നാമതും LDF സർക്കാർ വരണമെന്ന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ LDFന്റെ പ്രധാന വാദം ഇതിനകത്ത് സംസ്ഥാനത്ത് 90% പണവും വികസന മൂലധനത്തിനാണ് ചെലവാക്കുന്നത്. അതായത് ഇപ്പൊ ഇന്ന് ചെലവാക്കുന്ന പണം അത് ഭാവിയിൽ സംസ്ഥാനത്തിന് ഗുണകരമാകും എന്നാണ് സർക്കാരിന്റെ പ്രധാന വാദം. അപ്പോൾ അതിലൊരു കമന്റ് അരുൺ ജി: വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കില്ല. വികസനം ചർച്ച ചെയ്യപ്പെട്ടാൽ ആരെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ കൂടി അവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. അതിന് റിപ്ലൈ ആയിട്ട് മാനവൻ പറഞ്ഞേക്കുന്നത്: വികസനം കുറേ ഉള്ളത് കൊണ്ടായിരിക്കും മുഖ്യൻ നടേശനെയും മടിയിലിരുത്തി വർഗീയത പറയിപ്പിച്ചത്. ജനങ്ങൾ മണ്ടന്മാരല്ല. ഇതിൽ വേറൊരു കമൻറ്റ് കൂടി വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരോടുള്ള സമീപനം, ശബരിമല, തെരഞ്ഞെടുപ്പിലെ പ്രായോഗിക രാഷ്ട്രീയം കളികൾ, അത് കഴിഞ്ഞാൽ പുരോഗമന പ്രസംഗങ്ങൾ, 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ, പാർട്ടി മൂല്യങ്ങൾ, ലൈംഗികാതിക്രമ പരാതികളിലെ വിരുദ്ധ സമീപനങ്ങൾ. അപ്പം ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് സത്യത്തിൽ നമുക്ക് വെള്ളാപ്പള്ളിനെ കൃത്യമായ ആ തരത്തിലൊന്ന് പരാമർശിച്ച് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വെള്ളാപ്പള്ളി അതായത് തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നൊക്കെ വന്നിരുന്ന തരം വർഗീയ പരാമർശങ്ങളാണ് അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് തന്നെ അറിയാലോ, മറ്റേ എന്താണ് മലപ്പുറം എന്താണ് മലപ്പുറത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രത്യേക ജില്ലയും സംസ്ഥാനമായിട്ടൊക്കെയാണ് ചില ആളുകൾ അതിനെ കാണുന്നത് എന്നുള്ള രീതിയിലുള്ള കൃത്യമായ വർഗീയ പരാമർശം. ക്രിസ്ത്യാനികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശം, മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്, അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. ഒരു സാധനം കൂടെ ഉണ്ട്, വിരുന്ന് വന്നവർ വീട്ടുകാരായി, അതെ അതെ, അത്തരത്തിലുള്ള വീട്ടുകാരായി എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ. അപ്പം പ്രധാനമായിട്ടും ഇങ്ങനത്തെ പരാമർശങ്ങൾ വരുന്നു. വലിയ തോതിൽ അത് ചർച്ചയാവുന്നു.
മുഖ്യമന്ത്രിയുടെ അടക്കം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് കാറിൽ പോകുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നു, ഇലക്ഷൻ അടുത്ത് വരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു നിലപാട് പറയാത്ത രീതിയിൽ അതിന്ന് വഴുതി പോകുന്നു എന്നുള്ളത് ഇതിന്റെ കൂടെ എനിക്ക് പറയേണ്ടതാണ്, പറയാവുന്നതാണ്. ഈ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങളെ പൊതുവേ ഇപ്പം വെള്ളാപ്പള്ളി ആണെങ്കിലും പറയുന്നത് ഇതിൻ്റെ ഞാൻ വർഗീയ പരാമർശം പറഞ്ഞതല്ല അല്ലെങ്കിൽ ഒരു സമുദായത്തെ മാത്രമായിട്ട് പറഞ്ഞതല്ല എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെയാണ് ഞാൻ വിമർശിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിമർശനമല്ല. ഇത് ശരിക്കും വിമർശിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കണം. അതെ, അത് രാഷ്ട്രീയമായിട്ടാണ് വിമർശിക്കേണ്ടത്, അല്ലാതെ വർഗീയത പറഞ്ഞിട്ടല്ല വിമർശിക്കേണ്ടത്. അത് ഈ കാര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ വരുന്ന കാര്യത്തിലാണെങ്കിലും CPM-ന്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. അവരും പറയുന്ന ഒരു വളരെ ലൈറ്റായിട്ട് ഇതിനെ അത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായമല്ലേ എന്നുള്ള രീതിയിൽ എടുത്തുവിടുകയാണ് ചെയ്തത്. ഇതിനകത്താകെ ശക്തമായിട്ടുള്ള ഒരു എതിരായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത് ബിനോയ് വിശ്വം മാത്രമാണ്. അതിപ്പം മുഖ്യമന്ത്രി ആണെങ്കിലും എം വി ഗോവിന്ദനാണെങ്കിലും ഒക്കെ ഇതിനകത്ത് അത്ര ശക്തമായിട്ടുള്ളൊരു നിലപാട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുപോലെ ഈ ശബരിമല യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ ശബരിമല വിധി വന്നപാടെ കോടതി വിധി വന്നപാടെ യുവതികളെ കയറ്റാമെന്ന് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ വിധി നടപ്പാക്കണം, എന്തായാലും നടപ്പാക്കിയേ പറ്റൂ. പക്ഷേ സർക്കാർ അതിനകത്ത് അവരുടെ ഒരു നിലപാട് അപ്പോൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സർക്കാർ നിലപാട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. അതാണ് സുപ്രീം കോടതിയിലും അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഇക്കാര്യത്തിൽ നിന്നാണ് സർക്കാർ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വോട്ട് ലക്ഷ്യമിട്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, തെരഞ്ഞെടുപ്പാണല്ലോ. അതെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇത് തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലുണ്ടായി. ആ സമയത്തും LDF പറഞ്ഞിരുന്നത് ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടേ ഇല്ല, അത് ഞങ്ങൾക്ക് തിരിച്ചടി ആയിട്ടില്ല എന്നാണ്. പക്ഷേ ഇത്തവണ അവർ ആ നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഭയക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണത്. പിന്നെ ഈ കമന്റിൽ പറഞ്ഞൊരു കാര്യം, ലൈംഗിക അതിക്രമ കേസുകളുടെ കാര്യം. അതിപ്പോൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ വരുന്നു, കേസാവുന്നു, അതിനെതിരെ സർക്കാർ അവൾക്കൊപ്പം എന്ന സ്റ്റാൻഡ് എടുക്കുന്നു. അത് ഒരു പരാതിയല്ല വരുന്നത്, ഒന്നിൽ കൂടുതൽ പരാതികൾ വരുന്നു. പക്ഷേ അതേ സർക്കാർ തന്നെ ഗണേഷ് കുമാറിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനെ ഒരു നിലപാട് എടുത്തില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. പക്ഷേ പരാതിയായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അതല്ലേ അങ്ങനെ പേഴ്സണൽ ആയിരുന്നെങ്കിൽ അവരത് പൊതുകൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ള പ്രശ്നം കൂടി അതിലുണ്ട്. പിന്നെ PK ശശിയുടെ കാര്യം, PK ശശിയുടെ വിഷയം ഉണ്ടായപ്പോ പാർട്ടിയുടെ തന്നെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ അത് തീവ്രത കുറഞ്ഞ പീഡനമാണ്. അപ്പൊ തീവ്രത കുറഞ്ഞ പീഡനം എങ്ങനെയാണ് പാർട്ടി ഇത് ഏത് സ്കെയില് വെച്ചിട്ടാണ് അളക്കുന്നത്? പക്ഷെ UDF-ന് ഇപ്പൊ അങ്ങനെ ഒരു പീഡനം ഇല്ല, തീവ്രത കുറഞ്ഞ പീഡനം പോലും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ പോലും PK ശശിക്കെതിരെ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച ആൾക്കാരാണ് ഇപ്പം PK ശശിക്ക് പിന്തുണ നൽകുന്നത് ഒറ്റപ്പാലത്ത്. ഇതൊക്കെ ചർച്ചയാവുന്ന വിഷയങ്ങളാണ്. അതെ, അല്ല, ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയം തൊട്ട്, അത് 10 വർഷമായിട്ട് LDF സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ തുടക്കം മുതലേ ചർച്ച ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നങ്ങളായിരുന്നു. അതായത് പോലീസിങ് എങ്ങനെയെന്നുള്ളത്, വലിയ രീതിയിൽ കസ്റ്റഡി മർദ്ദനങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ, അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റ് വേട്ട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകളുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാൻ തോന്നുന്നു. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് വന്നത്, നിലവിൽ വന്ന കേസുകളുടെ എണ്ണം പരിശോധിക്കാം, പോലീസ് ആക്ട് കൊണ്ടുവന്നതും പിൻവലിച്ചതും ഉൾപ്പെടെ ചർച്ച ചെയ്തവരെ ആരെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കമൻറ്റ്, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം ഇവിടെ ഇടതനുഭാവികൾ വരെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തലയുടെ ആഭ്യന്തരം എന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച ഒരു ഇടത് നേതാവിനെങ്കിലും ധൈര്യമുണ്ടോ നിവർന്നു നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചോദ്യം ചെയ്യാൻ എന്നാണ് കമൻറ്റ്. ഇപ്പം ഞാനിതിൽ ആലോചിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 10 വർഷമായിട്ട് LDF സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തുടക്കകാലം തൊട്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാവുന്നുണ്ട്. അതിലൊന്നിപ്പം എടുത്തു പറയുകയാണെങ്കിൽ അലൻ താഹ കേസ്, UAPA കേസ്, അതിൽ സർക്കാർ എടുത്ത നിലപാട് എന്താണ്? ഇപ്പം കേന്ദ്ര നേതൃത്വം അവിടെ എടുത്ത നിലപാടും സംസ്ഥാന തലത്തിൽ ഇവിടെ എടുത്ത നിലപാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. MA ബേബിൻ്റെ ഒക്കെ നിലപാട്. പിന്നെ അതുപോലെ തന്നെ മഞ്ചുകണ്ടി ആക്രമണം, അതുപോലെ മാവോയിസ്റ്റ് വേട്ട, CP ജലീലിൻ്റെ ഒക്കെ കൊലപാതകം, എൻകൗണ്ടർ, ഇപ്പം ഈ സാധനങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പോലീസ് വിവാദ ഭേദഗതി ബില്ല്, അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രശ്നമാവുകയും
പിൻവലിക്കും 2 ദിവസം കൊണ്ട് തന്നെ പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് വിന്നിക്ക് കുറച്ചുകൂടി അതിൽ പറയാൻ പറ്റുമെന്ന്. അത് ഈ നിയമ ഭേദഗതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പോലീസ് ആക്ടിൽ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർക്കാനാണ് മന്ത്രിസഭ ശുപാർശ ചെയ്തത്. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഉദ്ദേശിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വിധിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണിത്. ഇതിന്റെ ഓർഡിനൻസ് പുറത്തിറങ്ങിയത് നവംബർ 22-നാണ്. പക്ഷേ ഇത് പുറത്തിറങ്ങിയതേ ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ട് വലിയ ബഹളമായി. അതായത് സർക്കാരിനെതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുങ്ങും എന്നുള്ള ഒരു സ്ഥിതിയാണ് ഈ നിയമം നിലവിൽ വന്നാൽ ഉണ്ടാവുക. ഇതിനെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി വരെ ഇതിനെതിരെ രംഗത്തെത്തി. DGP പറഞ്ഞു ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് നിർദ്ദേശം നൽകി. അതിനെ തുടർന്ന് ഈ നിയമം പിന്നീട് പിൻവലിക്കേണ്ടി വരികയാണ് ചെയ്തത്. അത് പിൻവലിക്കേണ്ടി വരുവാണ് ഉണ്ടായത്. ഇതിന്റെ കൂടെ തന്നെ കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് കൂടിയിട്ട് ഒന്ന് പറയാൻ തോന്നുന്നു. ഈ ലാസ്റ്റ് 2020 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2026 ജനുവരി 1 മുതൽ മാർച്ച് 15 വരെ ആകെ 74 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ ആകെ നടന്നത് 170 കസ്റ്റഡി മരണങ്ങളാണ്. അതിൽ 3 എണ്ണം കേരളത്തിലാണ്, ഈ കാലത്തിലാണ്. ഇത് ഒരു നീണ്ട കാലമാണ്. ഇത് 2026 ജനുവരി 1 മുതൽ മാർച്ച് 15 വരെയുള്ള 74 ദിവസങ്ങളിൽ അതിൽ 3 എണ്ണം കേരളത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഈ 2026 അല്ല കേട്ടോ, നമ്മളത് നടക്കുന്നത് അതിന് മുമ്പേ ഉള്ളതാണ്. അതായത് 2018 തുടങ്ങിയിട്ട് ഇവിടെ കസ്റ്റഡി മരണങ്ങളുടെ കാര്യം പറയുന്നത്. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം വലിയ രീതിക്ക് ചർച്ചയായതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2020 വാഗമൺ റിസോർട്ടിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ട സണ്ണിയുടെ കാര്യം. പിന്നെ കുന്നംകുളം കസ്റ്റഡി മർദ്ദനം സുജിത്തിൻ്റെത് അവസാനം വലിയ വാർത്തയാവുകയും വലിയ രീതിക്ക് അതിന്റെ വിഷ്വൽസ് പുറത്ത് വന്നതിന് ശേഷം പിന്നീട് അത് ഭയങ്കര നടപടിയെടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയമുണ്ട്. അല്ല, ഇതിൽ ഇപ്പം ഇത് ചർച്ചയാവുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് കമൻറ്റുകളുണ്ട്, അതും കൂടെ നമുക്ക് പറഞ്ഞിട്ട് പോവാം. അപ്പം വരുന്ന ഒന്ന്, മാധ്യമങ്ങളിൽ മുഹമ്മദ് അർസലാണ് കേട്ടോ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഫോക്കസ് ചെയ്തിരുന്നു. പക്ഷെ ജനങ്ങൾ UDF-ന് വലിയ വിജയം നൽകി എന്നാണ് കമൻറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അങ്ങനെ അവസാനിച്ചിട്ടൊന്നുമില്ല, അതിപ്പോഴും അതെ ഇന്നും. പിന്നെ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഫോക്കസ് ചെയ്തിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF സർക്കാരിന് അത് വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ളത് നമ്മളത് പറഞ്ഞു പോകാൻ. അതെ പറയാൻ. വേറൊരു കമന്റ് കൂടി ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രതികരിക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ സർക്കാരിന്റെ ഒരു ലോഡ് നുണകൾ പൊളിഞ്ഞേനെ. പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ DA, അരിയർ, അഷ്വർഡ് പെൻഷൻ തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളുടെ സത്യാവസ്ഥ പറയാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായി തടസ്സമില്ലായിരുന്നെങ്കിൽ ഇവിടെ തെളിവ് സഹിതം പൊളിഞ്ഞേനെ സർക്കാരിന്റെ കള്ളക്കഥകൾ എന്നാണ് ഒരു കമന്റ്. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് കഥകൾ പറയാമായിരുന്നു. അത് മെഡിസെപ്പിന്റെ കാര്യത്തില് ഒരു അഭിപ്രായം വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, മെഡിസെപ്പ് സ്തംഭിച്ചിട്ട് 11 ഒരു റെഡ് റെയിൻ ആണ്, ചുവന്ന മഴ. അതെ, മെഡിസെപ്പ് സ്തംഭിച്ചിട്ട് 11 ദിവസമായിട്ട്. അതായത് രോഗികൾ ദുരിതത്തിലാണ് എന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും വേണ്ടിയിട്ടുള്ളതാണ് മെഡിസെപ്പ്. ഏകദേശം 30 ലക്ഷത്തോളം ഉപഭോക്താക്കളുണ്ട് അതിന്. അത് ഈ 11 ദിവസമായിട്ട് വെബ്സൈറ്റ് പണി മുടക്കിയിരിക്കുക. അതിന് സാങ്കേതിക തകരാറാണ് എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. ഈ ടോൾ ഫ്രീ നമ്പറുകൾ കൊടുത്തിരിക്കുക, ഇൻഷുറൻസ് കമ്പനിയുടെയും ധനകാര്യ വകുപ്പിൻ്റെയൊക്കെ ടോൾ ഫ്രീ നമ്പറുകൾ കൊടുത്തിരിക്കുന്നതിൽ ആളുകൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നത്തേക്ക് പ്രഖ്യാപനം ഇന്നത്തേക്ക് വേറെ അതിന് പുറമെ ഇപ്പം വേറെ സാങ്കേതിക തകരാറാണ് വിശദീകരണം. ഇപ്പം ഇന്നത്തേക്ക് വേറെ കുറേ പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് മാറ്റങ്ങളും കൂടെ വന്നിട്ടുണ്ട്. മെഡിസെപ്പിൽ കൂടുതൽ പാക്കേജുകൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഈ മുറി വാടകയിൽ വർധനവുണ്ടായിട്ടുണ്ട്. 5000 ആക്കി ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് സർക്കാർ പേ വാർഡുകളിലത് 2000 വരെ ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആളുകൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. ആളുകൾക്ക് വെബ്സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇതൊക്കെ വരുന്നത്. അതെ, അതാണ് അതിന്റെ പ്രധാന മെയിൻ പോയിന്റ്. അതെ. അതുപോലെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൂച്ചപ്പെറ്റ് ഖജനാവിന്റെ കഥ. അതെ, പൂച്ചപ്പെറ്റ് കിടക്കുന്ന ഗവൺമെന്റാണ്. അതായത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും വെച്ചിട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഇപ്പം ഉള്ളതെന്നാണ് VD സതീശൻ പറയുന്നത്. അതിന് കുറേ കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ധന നികുതിയിൽ ഇത് 2 രൂപ കൂട്ടിയിട്ടുണ്ട് സെസ്.
വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം, കെട്ടിട നികുതി, ഭൂമിയുടെ ന്യായവില ഇവയെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഭൂനികുതി കൂട്ടി, പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കൂട്ടി. ഇതൊന്നും അല്ലാതെ ഇപ്പം ആതുരാലയങ്ങളുടെ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ OP ടിക്കറ്റിന്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വിമർശനമായിട്ട് ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട കാര്യങ്ങളാണ്. അതായത് ഇത് സാധാരണക്കാരെ, പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ എന്തായാലും ചർച്ചയാവണം. ഇത് ഈ പറഞ്ഞ പോലെ ഡീലിന്റെ വിവാദത്തിനിടയിൽ ഇത് പലതും മുങ്ങിപ്പോവുകയാണ്. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നതല്ല, ഇത് പൊതുവിലുള്ള വിമർശനങ്ങളാണ്. അതെ. ഇത് പുള്ളി പറയുന്നൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EMSന്റെ കാലത്ത് EMS തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ളവരുടെ ഭരണകാലത്ത് ഈ ഒരു 60 വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയായിരുന്നത് ഇപ്പത് ഈ 10 വർഷം കൊണ്ട് 7 ലക്ഷം കോടിയായിട്ടുണ്ട് എന്നൊരു വിമർശനം കൂടെ വീഡിയോ സ്റ്റേഷൻ കൂടത്തിൽ പറയുന്നുണ്ട്. അതിലൊരു വേറൊരു കമന്റ് വായിക്കാം നമുക്ക്. വിവാദങ്ങൾ ജനങ്ങൾക്ക് ഗുണം ചെയ്യില്ല, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞത് മുഴുവൻ. അതും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ്, വികസനം മാത്രമല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. FA 243. പിന്നെ സുമിത്ര പറയുന്നത് മാധ്യമങ്ങൾക്ക് വിവാദങ്ങൾ മതിയല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും മാപ്രകൾ വിവാദങ്ങൾ വറുത്തെടുക്കില്ലേ? വറുത്തെടുക്കാൻ നമുക്ക് ശൂന്യത വറവ് ചട്ടിയിൽ വറുത്തെടുക്കില്ലല്ലോ. നേതാക്കൾ പറയുന്നത് അതിനുള്ള പ്രതികരണങ്ങളൊക്കെ ആണല്ലോ വിവാദങ്ങളാവുന്നത്. ഇപ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. റെഡ് റെയിൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു, ജനങ്ങൾ പൊറുതിമുട്ടുന്നു. അതൊരു വിഷയമാണ്. അത് ഈ സർക്കാരായാലും മുന്നത്തെ സർക്കാർ, ഇനി വേറെ സർക്കാർ, ഇനി പുതിയ സർക്കാർ വന്നാലും വലിയൊരു ഉയർന്നിരിക്കുന്ന ചർച്ചയായിരിക്കും. അതെ, നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് വന്യജീവി ആക്രമണം വളരെയധികം കൂടുതലാണ്. ഇതിപ്പം എനിക്കറിയാം, ഞാൻ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം വയനാട്ടിലെ സംബന്ധിച്ചിട്ട് പല പ്രദേശങ്ങളിലും രൂക്ഷമായ രീതിയിൽ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സർക്കാരിനെ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല. കാരണം പരിമിതികളുണ്ട്. ഇത് വന്യജീവികളാണ്. അപ്പം നമുക്ക് അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം അവിടെ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പം ട്രെഞ്ചുകളുണ്ട്, അതുപോലെ ഇലക്ട്രിക് ഫെൻസസ് ഉണ്ട്, ആനമതിൽ, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെയൊക്കെ മറികടന്നാണ് ഇതുങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. നാട്ടിലേക്ക് ഇറങ്ങി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഇത് മറികടന്നിട്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇപ്പം ഈ ട്രെഞ്ചുകൾക്ക് ആഴവും വീതിയെല്ലാം കൂട്ടുക, അതുപോലെ ഇലക്ട്രിക് ഫെൻസസ് ഒക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. ഇത് നമ്മൾ വേറെ മനുഷ്യരായിട്ടല്ലല്ലോ ഈ പ്രശ്നം. അതെ, ഇത് മൃഗങ്ങളുമായിട്ടാണ് പ്രശ്നം. അപ്പം ഇവിടെ നമ്മളിവിടുന്ന് പറയുന്നത് പോലെയല്ല, അവിടെ ചെന്നിട്ട് അവരോടത്ത് നമുക്ക് അവിടെ കൃഷി ചെയ്ത് അവിടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന മനുഷ്യന്മാരാണ്. അവരെ മാറ്റിപ്പാർപ്പിക്കുക അല്ലെങ്കിൽ അവരോട് മാറി താമസിക്കുക എന്ന് പറയുന്നത് അതൊരു അങ്ങനെ ചെന്ന് പറയാൻ പറ്റില്ല. അതെ. ഓക്കെ, നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിൽക്കുന്നത് PR ആണല്ലോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇലക്ഷനും കൂടെ വന്ന സമയത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഷാലു PPയുടെ ഒരു കമൻ്റ് ഉണ്ട്. PR പരിപാടികൾ സർക്കാർ നടത്തേണ്ടത് തന്നെ ആ പേരിൽ ഇടതനുഭാവികൾക്കടക്കം കൊടുക്കാനുള്ള പണത്തിൻ്റെ കണക്ക് വെളിപ്പെടുത്താൻ സർക്കാരിന് കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PRDയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കാശ് കിട്ടാത്തവർ പരാതിയുമായി വന്നിട്ടില്ലെന്ന് സർക്കാരിന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മോഹൻലാലിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഇൻ്റർവ്യൂ 10-11 ലക്ഷം രൂപയിലധികം ചെലവാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവാദം വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ കമൻറ്റ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ പിന്നെ പറയാനുള്ളത്, കഴിഞ്ഞ ഇന്ന് KC വേണുഗോപാലിൻ്റെ ഒരു അഭിമുഖം വായിച്ചു. അതിനകത്ത് പറയുന്നത് ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാൻ പോലും പൈസ ഇല്ലാന്ന് പറയുന്ന സർക്കാരാണ് PR ഇതിന് വേണ്ടിയിട്ട് ഇത്രയും കാശ് ചെലവാക്കുന്നത്. ഇതിന് സർക്കാരിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് തെലങ്കാനയിലടക്കമുള്ള കോൺഗ്രസ് സർക്കാർ ഇവിടെ കേരളത്തിൽ വരെ പരസ്യം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. പക്ഷേ ഈ പ്രതിരോധം കൊണ്ട് അത് നിൽക്കുമോ? അല്ല, ഒരു സാധാരണക്കാരൻ ആലോചിക്കുമ്പോൾ 11 ലക്ഷം രൂപ ഒരു ഇന്റർവ്യൂവിന് മുടക്കി എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ അത് എങ്ങനെയായിരിക്കും കേൾക്കുന്നത്? അതെ, അങ്ങനെ ഒരു ഇത്രയേറെ പ്രൊമോഷനും PR-നും ഒന്നാമത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇത്രയേറെ പണം ചെലവാക്കേണ്ടത് പ്രചരണായുധമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അത് UDF സർക്കാരിന്റെ കാലത്തും ഇത് നടന്നിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇതേപോലെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലാകാം എന്നൊക്കെ ആരോപണങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് തോന്നുന്നില്ലേ ഉള്ളത് നമുക്ക്. പ്രധാനപ്പെട്ട ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്തായാലും വികസനത്തിൽ അല്ല ഡീലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ
ചർച്ചകൾ വരേണ്ടതാണ്. കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിലേക്ക് ചർച്ചകൾ വരുന്നതായിരിക്കും നന്നാവുക. അതെ, നമുക്ക് അവസാനിപ്പിക്കാം. LDF-നും UDF-നും NDA-ക്കും കേരളത്തെക്കുറിച്ച് വ്യക്തമായ വികസന കാഴ്ചപ്പാടുകളുണ്ടെന്നത് വസ്തുതയാണ്. നവകേരളം, നിയോ കേരള, വികസിത കേരളം എന്നിങ്ങനെയുള്ള പേരിൽ അവർ അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരിൽ ഭൂരിപക്ഷവും വികസനവും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയാകണമെന്നാണ് വോട്ട് ചെയ്തത്. ഇത് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ജനങ്ങളുടെ മനസ്സിലെ ആഗ്രഹം തന്നെയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.